തിരുവനന്തപുരത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം പടർന്നു പിടിച്ച കുളത്തിൽ വീണ്ടും ബാക്ടീരിയയുടെ സാന്നിധ്യം. നെടുമങ്ങാട് മുഖവൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമായ ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയത്. കുളം വൃത്തിയാക്കാതെ നെടുമങ്ങാട് നഗരസഭ ഈ വിവരം നാട്ടുകാരിൽ നിന്നും മറച്ചുവെച്ചുവെന്നും ആക്ഷേപമുയരുന്നു. ഏപ്രിൽ മാസത്തിലാണ് നെടുമങ്ങാട് സ്വദേശികളായ 2 കുട്ടികൾക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിക്കുന്നത്. തുടർന്ന് നെടുമങ്ങാട് നഗരസഭ ആരോഗ്യ വിഭാഗത്തിൽ നിന്നും ഉദ്യോഗസ്ഥരെത്തി കുളത്തിൽ കുളിക്കരുതെന്ന ബോർഡ് തൂക്കി. ആദ്യം പനി വന്നത് നമ്മൾ കാര്യമാക്കില്ല. പാരസെറ്റമോൾ ഗുളിക കൊടുത്തപ്പോഴേ കുറവ് വീണ്ടും കൂടി. നമ്മൾ നെടുമങ്ങാട് ആശുപത്രിയിൽ പോയി. കൗണ്ടിങ് കുറഞ്ഞ് മൂത്രത്തിൽ ബ്ലഡ് എന്നപ്പോഴാണ് മെഡിക്കൽ കോളേജിൽ വിട്ടത്. അപ്പോൾ നെടുമങ്ങാട് ഡോക്ടർമാർക്ക് അറിയായിരുന്നു സംഭവം. എന്നിട്ട് അതിൽ അവർ എഴുതിയിട്ടില്ല, OP എഴുതിയിട്ടില്ലായിരുന്നു. അപ്പം മെഡിക്കൽ കോളേജ് 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് നട്ടലിൽ നിന്ന് കുത്തിയെടുത്തപ്പോഴാണ് അസുഖം കണ്ടുപിടിച്ചത്. നിരവധി തവണ ആരോഗ്യ വിഭാഗവുമായി ബന്ധപ്പെട്ടു. തുടർന്ന് കുളത്തിലെ വെള്ളം ശേഖരിച്ച് പരിശോധന നടത്തി. കുളത്തിലെ വെള്ളത്തിൽ ബാക്ടീരിയയുടെ സാന്നിധ്യം പുറത്തു പറയരുതെന്നാണ് DMO കൗൺസിലറോട് ആവശ്യപ്പെട്ടത്. ഇവിടെയുള്ള ക്ഷേത്ര ഭാരവാഹികളും ഇവിടെയുള്ള നാട്ടുകാരും കൂടി പ്രതിഷേധിച്ചതിൻ്റെ ഫലമായിട്ട് പിന്നെ ഇവിടെ നാട്ടുകാരുടെ സാന്നിധ്യത്തിലാണ് 3-4 കുപ്പി വെള്ളം കൊടുത്ത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വിട്ടത്. ആ വന്ന സമയത്ത് പോലും അവിടെ നിന്ന് വേണ്ട ഒരു മുൻകരുതലുകളോ ഒന്നുമില്ലാതെ ഒരാൾ ചെറിയൊരു 1/2 ലിറ്ററിൻ്റെ ഒരു കുപ്പിയായിട്ടാണ് ഇവിടെ വന്നത് വെള്ളം ടെസ്റ്റ് ചെയ്യുക. അത്രയ്ക്ക് ഒരു അലംഭാവമാണ് ആരോഗ്യവകുപ്പിൽ നിന്ന് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. കുളത്തിന്റെ സമീപത്തായി തന്നെ ഒരു സ്കൂളുണ്ട്. സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ കുട്ടികൾ കുളത്തിലേക്ക് കുളിക്കാനെത്തുന്നത് പതിവാണ്. ഇതിനു മുന്നോടിയായി കുളം വൃത്തിയാക്കണമെന്നാണ് ആവശ്യം. വലിയ പ്രതിഷേധം ഉയർത്തിയിട്ട് മാത്രമാണ് ഈ കുളത്തിലെ വെള്ളം ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പോലും ഈ പറയുന്ന നഗരസഭാ അധികൃതർ തയ്യാറായി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കതിൻ്റെ പുറകിൽ അവരുടെ പരാജയം എത്രയാണെന്നുള്ള കാര്യം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് കുട്ടികളുടെ ജീവനോ എന്ത് സംഭവിച്ചിരുന്നാലും ശരി തന്നെയാണ്, ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞ് നഗരസഭ കയ്യും കെട്ടിയിരുന്നു എന്ന് പറയുന്നത് നെടുമങ്ങാട് നഗരസഭാ അധികൃതരെ സംബന്ധിച്ചിടത്തോളം അവരെ നമുക്ക് തൊഴുക എന്നുള്ളതല്ലാതെ വേറൊന്നുമില്ല. സമൂഹത്തിലൊരു പകർച്ചവ്യാധി അല്ലെങ്കിൽ ഒരു അപകടം ഉണ്ടാകുമ്പോൾ അത് പരസ്പരം 2 ഡിപ്പാർട്ട്മെൻറ്റുകൾ അവരാണ് ചെയ്യേണ്ടത് ഇവരാണ് ചെയ്യേണ്ടതെന്ന് പഴിചാരിക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ ഇതിന് പരിഹാരം കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നില്ല. അടിയന്തരമായിട്ട് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം സർക്കാർ തലത്തിൽ നിന്നും കാണേണ്ടതായിട്ടുണ്ട്. കെട്ടിക്കിടക്കുന്ന വെള്ളം ചെളിയും അഴുക്കും നിറഞ്ഞതാണ്. ഈ കുളത്തിൽ നിന്നും സമീപത്തുള്ള തോടുകളിലേക്ക് നീരൊഴുക്കുണ്ട്. കുളത്തിലെ വെള്ളം മറ്റ് സ്രോതസ്സുകളിലേക്ക് കൂടി പടർന്നു കഴിഞ്ഞാൽ രോഗം പിടിപെടാനുള്ള സാഹചര്യം കൂടുതലാണ്. 2 കുട്ടികൾക്ക് ഗുരുതരമായിട്ടുള്ള അമീബ മസ്തിഷ്ക ജ്വരം ബാധിച്ചിട്ടും നഗരസഭയ്ക്ക് മൗനം. ഇവിടെ കുളിക്കുന്നത് നിരോധിച്ചിരിക്കുന്നു. ഇങ്ങനെയൊരു ബോർഡ് മാത്രം വെച്ചുകൊണ്ട് ആരോഗ്യ വകുപ്പിന് ഈ വിഷയത്തിൽ നിന്നും ഒഴിഞ്ഞുമാറാൻ സാധിക്കില്ല. സ്കൂളുകൾ ഇന്നു മുതൽ തുറക്കും. സമീപത്ത് തൊട്ടടുത്തൊരു സ്കൂളുണ്ട്. കുട്ടികൾ എപ്പോൾ വേണമെങ്കിലും കുളത്തിലിറങ്ങാം. രോഗം ബാധിച്ച് 1 മാസം പിന്നിടുമ്പോഴും കനത്ത അനാസ്ഥയാണ് ആരോഗ്യ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ക്യാമറമാൻ രഞ്ജിത് മോഹനോടൊപ്പം ടിൻഡു ദാസ്, ജനം, തിരുവനന്തപുരം.